നമ്മളിപ്പോൾ അവിടെ ചെന്ന ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുത്തെ ഫുഡിന്റെ കാര്യമാണ്. പാക്കേജിന് പുറമെ നമുക്ക് എത്ര എക്സ്പെൻസ് വരും? അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയുകയാണെങ്കിൽ മിനിമം ഒരു 100 മനാത്താണ് നമുക്ക് എക്സ്ട്രാ ഒരു എക്സ്പെൻസ് ആയിട്ട് വരാം. 1-2 മന്നത്തെ നമുക്ക് ഒരാൾക്ക് വരുന്നുള്ളൂ. കുട്ടികൾക്കാണ് ഒന്നും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. മെയിനായിട്ട് ഓരോരുത്തർക്ക് വരുന്നൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് യൂറോപ്പ് കോളിംഗ് ത്രൂ എങ്ങനെ ബുക്ക് ചെയ്യാം? നമ്മുടെ അസർബൈജാൻ ഗസ്റ്റിന് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. അതിനുള്ള ഉത്തരമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ്. യെസ്, വെൽക്കം ടു യൂറോപ്പ് കോളിംഗ് പോഡ്കാസ്റ്റ്. ഇന്ന് ഇവിടെ ഉള്ളത് നമ്മുടെ അസർബൈജാൻ എക്സ്പേർട്സ് ആണ്. അപ്പോ അസർബൈജാന്റെ കേസിൽ നമ്മുടെ ഗസ്റ്റിന് ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, എത്ര ദിവസം വേണ്ടി വരും ഫുൾ ആയിട്ട് ഈ ഒരു പ്ലേസ് കവർ ചെയ്യാനായിട്ട്? നിങ്ങളൊരു ഷോർട്ട് ട്രിപ്പാണ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ഒരു 3 night 4 days ആയിരിക്കും. അതിൽ നിങ്ങൾ എന്തായാലും 1 day ഒരു മൗണ്ടൻസിൽ സ്റ്റേ എടുക്കണം. അത് നിങ്ങൾക്ക് കുറച്ചും കൂടിയും ബെസ്റ്റ് ആയിരിക്കും. നോർമലി എല്ലാവരും പ്രൊവൈഡ് ചെയ്യുക ബാക്കൂലായിരിക്കും നിങ്ങൾക്ക് 3 night സ്റ്റേ തരിക. ബട്ട് നമ്മൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക ഒരു 1 night നമ്മൾ എന്തായാലും മൗണ്ടൻസിൽ സ്റ്റേ എടുക്കണം. സപ്പോസ് ഞാനിപ്പോൾ അസർബൈജാനിലേക്ക് വരുവാണെങ്കിൽ പാക്കേജിന് പുറമെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? പാക്കേജിന് പുറമെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അവിടെ ചെന്ന ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടുത്തെ ഫുഡിന്റെ കാര്യമാണ്. ഇപ്പോൾ ഫുഡ് നമ്മൾ അവിടെ ചെന്നിട്ട് എന്ത് ഫുഡ് കഴിക്കണം, എവിടെ നിന്ന് കഴിക്കണം, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ലിങ്ക് നമ്മുടെ ബയോയിലുണ്ട്. സോ അത് ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ ഫുൾ വീഡിയോ പോയിട്ട് കണ്ടാൽ മതി. അപ്പൊ അസർബൈജാന്റെ കേസിൽ നമ്മളിപ്പോ 2 അഡൽട്ടും 1 കുട്ടിയാണ് വരുന്നതെങ്കിൽ പാക്കേജിന് പുറമെ നമുക്ക് എത്ര എക്സ്പെൻസ് വരും? അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയുകയാണെങ്കിൽ മിനിമം ഒരു 100 മനാത്താണ് നമുക്ക് എക്സ്ട്രാ ഒരു എക്സ്പെൻസ് ആയിട്ട് വരാം. നമ്മൾ അസർബൈജാനിൽ വരുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക? നമുക്ക് ആക്ടിവിറ്റീസ് പറയുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫനിക്കുലാർ, ലിറ്റിൽ വെനീസ്, ഷഹദാഗിലെ കേബിൾ കാർ, ഗബലയിലെ കേബിൾ കാർ, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ഇപ്പോൾ ഫനിക്കുലാർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അത് ഒരു അപ്രോക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1-2 മന്നത്തെ നമുക്ക് ഒരാൾക്ക് വരുന്നുള്ളൂ. അത് നമുക്കൊരു ട്രെയിൻ ജേണി പോലെയാണ്. കുട്ടികൾക്കാണ് ഒന്നും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് ആ ഒരു ആക്ടിവിറ്റി.